അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. പ്രിയമുള്ളവരെ, ഈ അടുത്തായിട്ട് മദനി മുസ്താദിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഈ അടുത്തായിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്, ഒറ്റൊരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അതപ്പോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയമുള്ളവരെ, ഈ അടുത്തായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് മദനിയ മുസ്താദ് വീട് കെട്ടിയതിനെ സംബന്ധിച്ചിട്ട് അപപ്രചാരമായി നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ സലഫി വിഭാഗമാകട്ടെ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിഭാഗക്കാർ പാവപ്പെട്ടവരെ പൈസ ഒക്കെ പണമൊക്കെ തട്ടിയെടുത്തിട്ടാണ് ഇത്ര വലിയ വീട് കെട്ടിയത് തുടങ്ങിയിട്ടുള്ള ആ ഒരു വിഷയത്തിൽ ഞാൻ നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുകയും എല്ലാവരിലേക്കും അതിനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വീട് വെച്ചത് വലിയ പ്രശ്നമായിട്ടാണ് ഇപ്പോൾ മറ്റ് വിഭാഗക്കാർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ മജ്‌ലിസ് നടത്താൻ പാടില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ സലഫി വിഭാഗമാവട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഭാഗം കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ ഒരു പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വളരെ വലിയൊരു ഇതായിട്ടുണ്ടായിരുന്നു ആ ഒരു വീട് വെച്ചത്. അസൂയ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സുന്നികൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ അവർക്കൊക്കെ നല്ല രീതിയിൽ ഇത് പ്രചരിപ്പിക്കാനും നല്ല രീതിയിൽ താഴ്ത്താനും പറ്റിയ ഒരു അവസരമായിട്ട് അവർ മുതലെടുക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ല സോറി, വാട്സപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു. ആ ഒരു ഓഡിയോ ഇങ്ങനെ കാണുമ്പോൾ കേട്ട് നോക്കി എന്താണ് സംഭവം എന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ടും ഉണ്ടായിരുന്നു. അതേപോലെ അവർക്ക് വേണ്ട രീതിയിലും അതിൽ മറുപടിയും ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നിപ്പോയി. നല്ല രീതിയിൽ ചിരിക്കാനും പറ്റി. നല്ല രീതിയിൽ മറുപടി കൊടുത്ത രീതിയിൽ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് ഈ വീഡിയോൻ്റെ അകത്ത് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഓഡിയോ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് വീഡിയോയുടെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അത്തരത്തിലുള്ള ചൊരിച്ചിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മദനിയം എന്ന് പറയുന്ന ഉസ്താദ് ആ ഒരു വീട് ഇത് കെട്ടിയതിനെ സംബന്ധിച്ചിട്ട് അവർക്ക് പറ്റാത്ത രീതിയിൽ അസൂയകളുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എതിർത്തതായ ആൾക്കാരൊക്കെ അതിൽ വന്ന് കമൻസിലൂടെ കുറേ കാര്യങ്ങൾ ചൊരിയുന്നുണ്ട്. ഇപ്പോഴും അതിന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോൻ്റെ താഴെ കമൻസിലൂടെ. ഏതായാലും ഇരിക്കട്ടെ, നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. നമുക്ക് ആദ്യം ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. ഏകദേശം 6 മിനിറ്റ് 39 സെക്കൻഡും ഉണ്ട് ആ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മുഴുവനായിട്ടും നിങ്ങൾ ആ ഓഡിയോ കേൾക്കണം. കേൾക്കാതെ ആരും സ്കിപ്പ് അടിച്ച് പോകരുത്. നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് മറുപടി. പിന്നെ ഇത് ഓഡിയോ ആരതാന്ന് എനിക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിയുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരൊന്നും മെൻഷൻ ആക്കിയിട്ടില്ലായിരുന്നു വാട്സപ്പിൽ ഓഡിയോ വന്നപ്പോൾ. അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻസിലൂടെ അറിയിക്കുക ഇത് ഇന്ന ആളുടെ വോയിസ് ആണെന്ന്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ നല്ലൊരു മറുപടി ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെയും ഇന്നും ഇനി ഒരു ജനനാക്കാലം ഇരിക്കും, നാളെയും മറ്റന്നു ഏറെക്കേറെ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നുള്ളത് മദനിയ മുസ്താദിന്റെ ഒരു പൊരനെ പറ്റിയിട്ട്. അയാൾ ഒരു 2 തട്ടിന്റെ പൊര കെട്ടിന്. അതിന്റെ പരന്റെ ഉള്ളിൽ നല്ല സൗകര്യം സൗലഭ്യം എല്ലാം ഉണ്ടു. അയാളെ ഇഷ്ടപ്പെടുന്നവർക്കു ഭാര്യ കൊശിയായിന്. അതിന് ആര് ആ വീഡിയോ പ്രചരിപ്പിച്ചും അതിന്റെ അടിയിൽ കമന്റ്സ് ആയിട്ട് മാഷാ ആയിട്ടുള്ളവര് അയാളെയും അയാളെ ആദർശത്തിനെ വിരോധിക്കുന്നവർ അതിന് എന്തെല്ലാം കമന്റ്സ്, ബാഡ് കമന്റ്സ് ഇട്ടുള്ളവര്. യഥാർത്ഥത്തില് ആ പരനെ പറ്റിയിട്ടല്ല ചർച്ച. അയാൾ ഏതൊരു ആദർശക്കാരനാണ്, ആ ആദർശത്തിന്റെ ആള് വരെ കെട്ടിയണോ കണ്ടാണ് ചർച്ച നടക്കുന്നത്. അപ്പൊ അങ്ങനല്ല വിമർശിക്കേണ്ടത്, വൈജ്ഞാനികമായിട്ട് വിമർശിക്കണം ഏത് വിഷയത്തിനാവട്ടെ. ഈ പരാൻ ചുമന്നത് ആര് കെട്ടാത്തത് എന്ന് നമുക്ക് നോക്കാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ, ഇരിക്കട്ടെ വിഷയത്തിലേക്ക് വരുന്നവന്നെ, ഒരു മനുഷ്യന്റെ ജീവിതത്തില് അത് ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇനി ലോകാവസാനം വരുന്ന എല്ലാ മനുഷ്യന്മാരതും, അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യന്, ജൈന, ബുദ്ധ, ഇങ്ങനെ സുന്നി, സലഫി, എല്ലാ ഖാദിയാനി തുടങ്ങിയിട്ടുള്ള എല്ലാ മനുഷ്യന്മാരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയ ഒരു അവന്റെ ആവശ്യം ചെല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 12 ആവശ്യമുണ്ട്. അതിൽ ഒന്നാമത്തായി എണ്ണപ്പെടുന്നത് ഉറങ്ങണം ചെല്ലിട്ട്, നല്ലോണം ഉറങ്ങണം. ഒരു മനുഷ്യന്റെ മുഖ്യമായിട്ടുള്ള ആവശ്യം നല്ല ഉറക്ക്. ആ ഉറക്ക് വന്നെങ്കിൽ അത് തന്നാലെ ഉറങ്ങിട്ട് പോകണം. അതിനെ പിടിച്ചു നിൽപ്പിക്കാൻ ആയിരിക്കുവാന്നില്ല. രണ്ടാമത്തത് മൂത്രം ഒഴിക്കുവാൾട്ട്. മൂത്രം വന്നെങ്കിൽ പിന്നെ അവിടെ പിടിച്ചു നിൽക്കണമെന്നില്ല, അത് വീതിറ്റേ വേണം. രണ്ടാമത്തെ മനുഷ്യന്റെ ആവശ്യം.
ഇനി മൂന്നാമത്തത് തന്നി കുടിക്കുവാട്ട്. തന്നി കുറച്ച് പിടിച്ചു നിപ്പിക്കാൻ ആകുന്നത് കൊണ്ടാണ് മൂന്നാമതായിട്ട് എണ്ണപ്പെട്ടത്. ഇനി നാലാമത്തത് കാഷ്ട. ബാറ്റലി കാഷ്ടം എന്ന് പറഞ്ഞെങ്കിൽ അതിനെ കാലിയാക്കിയിട്ടേ വേണു. അതിന്റെ അവസ്ഥ കാലിയാക്കാൻ കഴിയാത്ത ഒരവസ്ഥ ചെറിയിട്ട് പോലില്ല. അത് അനുഭവിച്ചവർക്ക് അതിന്റെ അവസ്ഥ അറിയും. അപ്പൊ ഇത് മനുഷ്യന്റെ ആവശ്യം. അപ്പൊ അതിനുള്ള സൗലഭ്യം ആക്കേണ്ടി വരുന്നു. അഞ്ചാമത്തത് ഭക്ഷിക്കുവാട്ട്. പസിപ്പ് കുറച്ച പിടിച്ചു നിൽക്കാനാവുന്നത് കൊണ്ടാണ് അഞ്ചാമതായിട്ട് അതിന് എണ്ണപ്പെടുന്നത്. ഇത് ഫലസ്തീനിൽ നമുക്കറിയുമല്ലേ, സിൻവാരി 3 നാക്കാല അയാളെ മയത്തിനെ പരിശോധിക്കാൻ കിട്ടിയത് 3 നാക്കാല അയാൾ എന്തു ഭക്ഷിച്ചിട്ടില്ല ആൾക്ക്. അപ്പൊ പിടിച്ചു നിൽപ്പിക്കാനാന്ന് ഒരു 3 4 5 ആണ് അഞ്ചാമതായിട്ട് അതിന് എണ്ണപ്പെട്ടത്. ഇനി ആറാമത്തത് മേജറിനും മൈനറിനും വസ്ത്രം, അതായത് തണുപ്പിന് ചൂടിന് ഉൾക്കൊള്ളാനുള്ള വസ്ത്രം വേണമായിട്ട്. ആറും ഏതും ഈ മേജറിനും മൈനറിനും, അതായത് പ്രായം കുറഞ്ഞവർക്കും പ്രായം ഏറിയവർക്കും. ഇനി മിഡിൽ ഈസ്റ്റിന്റെ സെക്സ്, ഇത് മനുഷ്യന്റെ ആവശ്യം. 6 ഏതും അങ്ങനെ പോകും. ഇനി എട്ടാമത്തത് പാർപ്പിടം, അതായത് ഒരു പര, അത് ചെറ്റപ്പരാവട്ട്, എന്റെ പോലത്തെ ഓടിട്ടവരാവട്ട്, സ്ലേപ്പിന്റെ പരാവട്ട്, ബാർപ്പിന്റെ പരാവട്ട്. ഇത് എട്ടാമത്തെ ആവശ്യമായിട്ട് കണക്കൂടുന്നപ്പെടുന്നത്. അത് ഇയാൾക്ക് ഇപ്പൊ 40-45 ആണ്ടിന്റെ ഉള്ളാവും എനിക്ക് തോന്നുന്നു. ഇത്ര വയസ്സിൽ കെട്ടാത്ത ഒരാൾ ഇത്ര വയസ്സാകുമ്പോൾ അയാൾ കെട്ടി. ഈ പര കെട്ടിയ വിഷയത്തിലാണ് ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോ എല്ലാരും കിട്ടുന്നത് സലഫി മൗലവിമാരിൽ അവർക്കത് പൈസ ഇല്ലേ, അവരെ പ്രാപ്തി ആരെങ്കിലും ഇന്നത്തോളം വെളിവാക്കിട്ടിരിക്കുവരാ. എനിക്കട്ടെ ഇപ്പൊ സൗദിയിലെ എത്ര വഹാബി വലിയ പണ്ഡിതന്മാരുള്ള ಅವರು ഇതാക്കുന്ന കാറ്, അവരെ ഓഫീസ്, അവരെ പര, അതെല്ലാം നോക്കിയെങ്കിൽ ഇയാളത് എന്തും അല്ല. അത് മനസ്സിലാക്കണോ? ഇയാളെ എതിർക്കുന്ന എന്തുകൊണ്ടില്ലെങ്കിൽ ഇയാളിപ്പോ നോക്കി അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാരായ തങ്ങന്മാർക്ക് 100 ചില്ലാനം പരകെട്ടി കൊടുത്തു. അതിനാരെങ്കിലും അയാൾ അംഗീകരിക്കുന്നവരല്ലാത്ത വേറെ ആരെങ്കിലും അതൊരു നല്ല കാര്യം ചെല്ലിട്ട് ഇതാക്കിയിട്ടില്ലല്ലേ. പിന്നെ വയനാട്ടിൽ ഇതായി, അപ്പോഴും 100 പര കെട്ടി കൊടുത്തു. ഇങ്ങനെ ഒരുപാട് വിഷയത്തിലായിക്കൊണ്ടു. പിന്നെ ഇപ്പൊ അയാൾ ആക്ഷേപിക്കുന്നത് ഇത് പാവപ്പെട്ടവരെ പൈസല് കെട്ടി ചേർത്ത് ഈ കണക്ക് വാടന്ന് കിട്ടിയത്, ഈ കണക്ക് വാടന്ന് കിട്ടിയത് ഉണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾ ചെന്നത് ശരി. പാവങ്ങളെ പൈസല് കെട്ടിട്ട് അയാളെ നല്ല ഒരു ആഡംബര പര കെട്ടിയത് ആയില്ല ആൾക്ക്. എന്താ നിങ്ങളെ മൗലവിമാർ ആഡംബര പരലില്ലേ? വേണ്ട, സാധാരണക്കാരായ സലഫികൾ എന്നാവട്ടെ, നിങ്ങൾ എത്രയോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിലക്ക് പര എങ്ങനത്തെ കെട്ടിയങ്ങാവും, ചെറ്റപ്പര കെട്ടിയങ്ങാവും, സ്ലേബിന്റെ പര കെട്ടിയങ്ങാവും, ഓട്ടിന്റെ പര കെട്ടിയങ്ങാവും, സീറ്റിന്റെ പര കെട്ടിയെങ്കിലാവും. പക്ഷെ നിങ്ങളിലുള്ള പണക്കാർ എത്രയോ വഹാബികളിലില്ലേ, എങ്ങനത്തെ സൗകര്യത്തിലില്ലേ? അപ്പൊ വിമർശനം ഉണ്ടല്ലേ, അതൊരു വൈജ്ഞാനികമായിട്ടാവണം. അല്ലാതെ വെറുതെ ഒരാളിങ്ങനെ അയാൾ എത്രയോ നല്ലതാക്കി അതിനെ പറ്റിയൊന്നുമില്ല. അയാൾക്ക് വരുമാന കാലം അയാൾ യൂട്യൂബ് നോക്കിയാൽ മതിയാവും, ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബ്സ് ഉണ്ട്. അയാളെ ഒരു വീഡിയോ 1000കണക്കിന് ആൾ നോക്കുന്നതായിരിക്കും. കാല് യൂട്യൂബിന്റെ പൈസ കണക്ക് കൂട്ടിയിട്ട് അയാൾ തുടങ്ങിയത് ഇന്ന് മുതൽ കണക്ക് കൂട്ടി തുടങ്ങിയത് കൊണ്ടല്ലേ അത് അയാൾക്ക് സ്വന്തം വരുന്നത്. അത് ആരെ ഇതിലല്ല, ആര് കൊടുക്കുന്നതുമല്ല. ആ പൈസ തന്നെ അയാൾക്ക് ഇങ്ങനത്തെ 10 വരെ കെട്ടാം. അത്ര പൈസ അയാൾക്ക് യൂട്യൂബിൽ വരുന്നത്. അത് അയാളെ ഒരു ഇത് ഇപ്പൊ നിങ്ങളെ മൗലവിമാർ, നിങ്ങളെ യൂട്യൂബ് റഫീഖ് സലഫിയുള്ളോ, ഹുസൈൻ സലഫിയുള്ളോ ഷാർജ, അവരെ യൂട്യൂബിൽ അവർ പൈസ നടത്തുന്നില്ലേ? ഫൈസൽ മൗലവി അവരെ യൂട്യൂബിൽ അവർ പൈസ നടത്തുന്നില്ലേ? അപ്പൊ ദീനിട്ടിട്ട് പൈസ ആക്കിയാലും അവരും പൈസ ആക്കുന്നില്ലേ? അപ്പൊ വൈജ്ഞാനികമായിട്ടുള്ള ചർച്ച ആവണം. ആഡംബരം വേണ്ടെങ്കിൽ നിങ്ങളെ മൗലവിമാരെ ആഡംബരം, നിങ്ങളെ സാധാരണക്കാരായ സലഫി നേതാക്കന്മാരുടെ ആഡംബരം, എല്ലാത്തിനും ചർച്ചയാക്കി. കാലം ഇയാൾ ഒരു സുന്നി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ സ്വലാത്ത് ചെലിപ്പിക്കുന്ന ചെല്ലിട്ട് ആ നിലക്ക് ഞാൻ ഒരാളെ എതിർക്കും പാടില്ല. അയാളാക്കിയ നല്ലതിനെയും പ്രചരിപ്പിക്കുക. എന്നിട്ട് ഇതിനെ വിമർശിച്ചെങ്കിലാ ശരി ബാവാ നല്ലത് പ്രചരിപ്പിച്ചാലും ഇല്ലല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ ജീവിതത്തിൽ ഒരു സുന്നി ഉസ്താദ്, ഇയാളെ പോട്ട് ഒരു സുന്നി ഉസ്താദ് നല്ലതാക്കിയതിനെ പറ്റി നിങ്ങൾ അതിലേക്ക് ഒരു സല്യൂട്ട് അടിച്ചതുണ്ടായില്ല. അപ്പൊ ഈ അപപ്രചാരം അതെല്ലാം ഒരു സീക്ക്, ഒരു മാനസിക സീക്ക് അത് നിങ്ങളത്. ഓക്കെ, ഏതായാലും ഇത് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ടും ഉണ്ടായിരുന്നു. അതേപോലെ അവർക്ക് വേണ്ട രീതിയിൽ മറുപടിയും ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഇവിടെ മജ്ലിസിനെ കുറിച്ചിട്ട്, ഓൺലൈൻ മജ്ലിസിനെ കുറിച്ച് നടക്കുന്ന തട്ടിപ്പും അതേപോലെ മജ്ലിസ് നല്ല രീതിയിൽ നടക്കുന്ന മജ്ലിസ്, ഇതിനെ കുറിച്ചിട്ടെല്ലാം ഞാൻ
പറഞ്ഞിട്ട് ഒരു കവർ ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ ഓൺലൈൻ മജ്ലിസ് നടക്കുന്ന ഉസ്താദന്മാർ തന്നെ നടത്തുന്ന തട്ടിപ്പുകളും അതിനെക്കുറിച്ച് മൊത്തമായിട്ടും ഈ ഓൺലൈൻ മജ്ലിസിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് കാണാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ മദനിയ ഉസ്താദും അതേപോലെ വലീദിൻ ഫൈസി ഉസ്താദിന് നൂർ അജ്മീർ അതേപോലെ കുറച്ച് നല്ല നല്ല മജ്ലിസുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇതിൽ പറഞ്ഞ രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വന്നതായ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതായ വരുമാനം തന്നെ നല്ല രീതിയിൽ വരുമാനം വരുന്നുണ്ട്. അതിൽ യാതൊരു സംശയവും വേണ്ട. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പ്രൂഫ് സഹിതം നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരാം. ഞാനതൊക്കെ നിർത്തിവെച്ചതാണ്, മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതായത് മജ്ലിസുകളിൽ അവർക്ക് എത്ര പണം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് മുഖാന്തരം കിട്ടുന്ന അവരുടെ ചാനൽ വഴി കിട്ടുന്ന റവന്യൂ എത്രയാണെന്ന് ഞാൻ മുമ്പ് ഒരു 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. നിങ്ങൾ വീഡിയോ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, അടുത്ത വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം. ഏതായാലും അതിരിക്കട്ടെ അവിടെ. അപ്പോൾ ഈ ഉസ്താദന്മാരെ വിമർശിക്കുക, ഇപ്പോൾ ഉസ്താദന്മാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യന്മാർക്കൊക്കെ ടാർഗറ്റ് ആയിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരാണ് ഞാൻ പറയുന്നത്, എല്ലാവരെയും അല്ല. കുറച്ച് ആൾക്കാർ ഇപ്പോൾ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഉസ്താദന്മാർ തലപ്പാവ് കെട്ടിയതായ വേഷധാരികൾക്ക് എന്തെങ്കിലും ചെറിയ പിഴവുകൾ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കിട്ടിയാൽ മതി, അതിനെ പെട്ടെന്ന് തന്നെ വാട്സപ്പിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാത്തിലും ഇങ്ങനെ പ്രചരിപ്പിച്ച് അവരെ താഴ്ത്തുന്ന രീതിയിൽ, അവരെ തലം താഴ്ത്തുന്ന രീതിയിലുള്ള ആർട്ടിക്കിളും അതേപോലെ വീഡിയോകളും ഇറക്കുന്ന കാലഘട്ടമാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തൊട്ട് നമ്മെ ഏവരും കാത്തുരക്ഷിക്കട്ടെ. അവർ ചെയ്യുന്നതായ ആ പ്രവർത്തനങ്ങൾ അവർക്ക് ചിന്തിക്കാൻ പോലും അവർക്ക് ശേഷി അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഏതായാലും ഈ ഒരു ഓഡിയോനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് ആരുടെ ഓഡിയോ എന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ വാട്സപ്പിൽ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കേൾപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആരാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ്സിലൂടെ അറിയിക്കുക. ഏതായാലും കർണാടകയിൽ പെട്ട ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നു, ഭാഷ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരം കേൾക്കുമ്പോൾ. ഇൻഷാ അല്ലാഹ് ഏതായാലും ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ഹൈറായ പാതയിൽ സഞ്ചരിക്കാനും യാതൊരു തട്ടിപ്പ് നടത്താതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് കുറേ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്തതായ സപ്പോർട്ട് എന്നേക്കുമായി നിലനിർത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.